ഒരു ഹദീസ് മനഃപ്പാഠമാക്കുക, ചൊല്ലിപ്പഠിക്കുക. ഹദീസ് പഠിക്കണം, ഖുർആൻ പഠിക്കണ പോലെ ഹദീസ് പഠിക്കണം. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. എന്തെന്നല്ലേ അമേരിക്ക കറക്റ്റ് അല്ലേ? കലിമത്താനി ചൊല്ലിക്കോളൂ. കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده സുബ്ഹാനല്ലാഹിൽ അദീം. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് റബ്ബേ, നിന്നെ സ്തുതിക്കുകയാണ്. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു റബ്ബേ, നീ മഹോന്നതനാണ്, നീ ഏറ്റവും വലിയ മഹാനാണ്. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റാണ്. നാവിന് വളരെ ഖഫീഫാണ്, അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടതാണ്. നാളെ മീസാനിൽ നല്ല കനം തൂങ്ങുന്ന അമല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നോക്കി, വലിയ ഭാരമുള്ള അമലാണ്, പക്ഷെ നാവിന് എത്ര എളുപ്പം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇമാം ബുഖാരി തങ്ങൾ ഹദീസിൻ്റെ കിതാബ് അവസാനിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ കൂലിയുള്ള ഒരു അമലും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട 2 അമലുകളെ പരിചയപ്പെടുത്തിയിട്ടാണ് ആ കിതാബ് അവസാനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ബുഖാരി ഇമാം തുടങ്ങുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകൾ സ്വീകരിക്കുന്ന നിയ്യത്ത് കൊണ്ടാണ്. ഞാൻ ഈ ചെയ്തത് മുഴുവൻ എൻ്റെ അമല് നാളെ മീസാനിൽ കനം തൂങ്ങണം. ആ ഒരു കണക്ഷൻ, 2 ഹദീസിൻ്റെ 2 ആശയങ്ങൾ ബന്ധിച്ചാൽ കിട്ടുന്നത്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ്